നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച തൃപ്പയാറിൽ തുടക്കമാകും. കാരമുക ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി തൃപ്പയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോധവൽക്കരണവും സൗഹൃദ സംഗമവും നടത്തി. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം 10-11 തീയതികളിൽ തൃപ്പയാറിൽ നടക്കും. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃപ്പയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30-ന് തൃപ്പയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5-ന് ബസ് സ്റ്റാൻഡ് സമീപമുള്ള ഗ്രൗണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ MLA മുരളി പെരുന്നള്ളി മുഖ്യാതിഥിയായിരിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. യുവശക്തി താനാപാടം, യുവജനവേദി കണ്ടശാങ്കടവ്, കാഞ്ഞാണി വടക്കുകര, മാമ്പുള്ളിക്കര ശ്രീനാരായണ ഭക്തസംഘം കണ്ടശാങ്കടവ്, മണലൂർ കിഴക്ക്, മണലൂർ പടിഞ്ഞാറ്, പാലാഴിക്കര, കാരമുക്ക് തെക്കുകര, കാരമുക്ക് വടക്ക് എന്നീ 10 കരകളിൽ നിന്നും തെയ്യം നൃത്തവാദ്യമേളങ്ങളോടെ കാവടികൾ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ഓരോ കരക്കും സമയം പാലിച്ചാണ് കാവടികൾ ക്ഷേത്ര മൈതാനത്ത് പ്രവേശിച്ചത്. വിവിധ കരകളിൽ നിന്നും രാവിലെ മുതൽ പുറപ്പെട്ട കാവടി ഘോഷയാത്രകൾ സമയക്രമത്തിൽ ഉച്ചയ്ക്ക് 2:10 മുതൽ വൈകിട്ട് 6:25 വരെ മൈതാനത്തേക്ക് പ്രവേശിച്ച് ആടിത്തിമിർത്തു. ക്ഷേത്ര ചടങ്ങുകൾക്ക് സമാജ മേൽശാന്തി സിജിത്ത് കാർമ്മികത്വം വഹിച്ചു. പരിപാടികൾക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി.
കുറ്റിച്ചൂർ പള്ളിപ്പറമ്പിൽ മുത്തപ്പൻ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത് മുഖ്യ കാർമ്മികനായി. തോറ്റമ്പാട്ട് കലാകാരൻ ഗിരീഷ് മുരിയാടിന്റെ നേതൃത്വത്തിൽ മുത്തപ്പനും ഭഗവതിക്കും വിഷ്ണുമായ സ്വാമിക്കും തോറ്റമ്പാട്ട് നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ കേശവൻ പള്ളിപ്പറമ്പിൽ, രാധാകൃഷ്ണൻ, ശങ്കരനാരായണൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, PB രാജീവ്, വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. ഓട്ടിസം, ബുദ്ധിവൈകല്യം, സെറിബ്രൽ പാൾസി തുടങ്ങി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി തൃപ്പയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ തൃപ്പയാർ രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു പരിപാടി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സാമൂഹിക പിന്തുണയും ആത്മവിശ്വാസവും മാനസിക കരുത്തും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് ഈ സംഗമം ഒരുക്കിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ മാതാപിതാക്കളുടെ വേദനകൾ ഇവരെ വളർത്തിയെടുക്കാനും സാധാരണ കുട്ടിയെ വീട്ടിൽ പരീക്ഷിക്കുന്നതിന് വേണ്ട ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അവരുടെ കുറുമ്പുകൾ, കുസൃതികൾ, വാശികൾ എല്ലാം മാതാപിതാക്കൾ അനുഭവിക്കുമ്പോൾ നമ്മളും അതിൽ പങ്കാളിത്തമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇതിൽ നിന്നും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജ്യേഷ്ഠന്മാരുണ്ടാവും, മണിയന്മാരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. അവരുടെയൊക്കെ വേദനകൾ, അവരുടെ അവസ്ഥകൾ, അവരെ പരിചരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഇപ്പോൾ നേരിൽ കാണുകയാണ്. ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PG നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി, വാർഡ് മെമ്പർ അംബിക ടീച്ചർ, തൃപ്പയാർ ക്ഷേത്ര മാനേജർ മനോജ് K നായർ, ട്രഷറർ C പ്രേംകുമാർ, സനാതന ധർമ്മ പാഠശാല പ്രസിഡന്റ് മണികണ്ഠൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ പാറമ്പിൽ, ഫൈനാൻസ് ചെയർമാൻ P മാധവമേനോൻ, കൺവീനർ വിനോദ് നടുവത്തേരി, താന്യം പരിവാർ പ്രതിനിധി ജിഗിഷ വിനോദ്, PV ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ വിനോദ പരിപാടികളും കലാപരിപാടികളും അരങ്ങേറി. പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സ്നേഹോപഹാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് നടന്ന സ്നേഹവിരുന്നോടെ പരിപാടികൾ സമാപിച്ചു. പെരിങ്ങോട്ടുകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗജന്യ കലാപഠന കേന്ദ്രമായ ദേവസ്ഥാനം കലാപീഠത്തിലെ കുട്ടികൾക്ക് കലാപഠനത്തിൽ ഡിപ്ലോമ നൽകുന്ന ചടങ്ങ് നടന്നു. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. ധ്യായാമി മൂകാംബികാം താംബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം.
പ്രിയമുള്ളവരെ, കല എന്ന് പറയുന്നത് നമ്മളെ കലയതി എന്നാണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളിൽ നിന്ന് ഉയർത്തുന്ന ഒരു സർഗാത്മക പ്രവൃത്തിയാണത്. നമ്മളിൽ നിന്ന് നമ്മളെ ലോകോത്തരമായ ഒരു ആഹ്ലാദത്തിലേക്ക്, ആനന്ദത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന, നമ്മളെ ഒരു പുനർസൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നതും. ഒരു കല കാണുന്നതിന് മുമ്പുള്ള വ്യക്തിയല്ല ഒരു കല കണ്ടു കഴിയുമ്പോൾ. നമ്മളിൽ ഉള്ളിൽ ഒരു മാറ്റത്തിന് അത് വിധേയമാവുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഏതൊക്കെയോ പോരായ്മകളെ അത് പവിത്രമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ചില കളങ്കങ്ങളെ അത് ഇല്ലാതെയാക്കുന്നുണ്ട്. പർഗേഷൻ എന്ന് പറയും, അരിസ്റ്റോട്ടിലൊക്കെ കഥാർസിസ് എന്ന് പറയും അതിനെ. അത്തരത്തിലുള്ളൊരു സർഗാത്മക പ്രവൃത്തിയാണ് കല ചെയ്യുന്നത്. ഭാരത സർക്കാരിന്റെ അനൗപചാരിക കലാ പഠന പ്രക്രിയയായ BSS കൾച്ചറൽ മിഷൻ നടത്തുന്ന ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, ക്ലാസിക്കൽ, വയലിൻ, മൃദംഗം, ചെണ്ട എന്നീ വിഭാഗങ്ങളിൽ 182 പേർ പരീക്ഷ എഴുതിയതിൽ 100% വിജയം നേടിയവരിൽ രണ്ടാം വർഷ ലോവർ പരീക്ഷ എഴുതി 23 കുട്ടികൾക്ക് ലോവർ ഡിപ്ലോമയും സ്കൂൾ കോളേജ് തലത്തിൽ വിവിധങ്ങളായ യുവജനോത്സവ മത്സരങ്ങളിൽ വിജയിച്ച കലാപീഠത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സമാദരണ ചടങ്ങുമാണ് നടന്നത്. ദേവസ്ഥാനാധിപതിയും കലാപീഠം ചെയർമാനുമായ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമിയുടെ മകൾ ഉണ്ണിമായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കലാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സോങ് ഓഫ് കലാപീഠം എന്ന യുഗ്മഗാനത്തിലാണ് പരിപാടികൾ ആരംഭിച്ചത്. ഭാരത സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭാരതീയ ഭാഷാ സമിതി മെമ്പർ ഡോക്ടർ MV നടേശൻ മുഖ്യപ്രഭാഷണം നടത്തി. BSS കൾച്ചറൽ മിഷൻ ദേശീയ കോർഡിനേറ്റർ ബാലൻ മച്ചാത്ത്, BSS സെക്രട്ടറി KG ബാബുരാജ്, കലാപീഠം പ്രിൻസിപ്പാളും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ, കലാപീഠം മൃദംഗം വിഭാഗം മേധാവി PK മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക തെക്ക് കര കാവടി മഹോത്സവ കമ്മിറ്റി നടത്തിയ കാവടി ആഘോഷം വർണ്ണാഭമായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് താനാപ്പാടം ഗുരുമന്ദിര സന്നിധിയിൽ നിന്നും ശിങ്കാരിമേളം, ചിന്ത് കാവടി, പീലിക്കാവടി, വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയ കാവടി ഘോഷയാത്ര വൈകിട്ട് 6 മണിക്ക് ചിദംബര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. രാത്രി 7 മുതൽ താമരപ്പള്ളി ക്ഷേത്ര പരിസരത്ത് രാത്രി കാവടിയും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാഹുൽ മൂത്താട്ട്, സെക്രട്ടറി ബിനീഷ് കാക്കനാട്ട്, ട്രഷറർ വിഷ്ണു കളരിക്കൽ, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ തിരുത്തിയിൽ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് ചക്കാമഠത്തിൽ, രക്ഷാധികാരികളായ ശശിധരൻ കൊട്ടേക്കാട്ട്, സനീഷ് തോപ്പിലാൻ, സന്തോഷ് ഇളമ്പായിൽ, ഷീല ബാബു മാമ്പുള്ളി, അജിത് കുമാർ തിരുത്തിയിൽ, വിനീത് ചക്കാലപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
108 ശിവാലയങ്ങളിൽ അതിപ്രാധാന്യമുള്ള പോണല്ലൂർ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, പുണ്യാഹം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം എന്നിവ നടത്തി. തുടർന്ന് മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ, തിരുവാതിരക്കളി, വിവിധ നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദികരുടെ പുരസ്കാരം മേളപ്രമാണിയായ ചെറുശ്ശേരി കുട്ടന്മാരാർക്ക് നൽകും. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഫെബ്രുവരി 12 വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങിൽ കൈമാറും. ഫെബ്രുവരി 14 പള്ളിവേട്ട ഉത്സവ ദിവസം രാവിലെ മങ്കോര ഇല്ലത്തേക്ക് എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 3 മണി മുതൽ തൃപ്പ്യാർ രമേശന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, രാത്രി 9 മണിക്ക് പള്ളിവേട്ട, ചെറുശ്ശേരി കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും നടത്തും. ശിവരാത്രി ദിവസമായ ഫെബ്രുവരി 15 രാവിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ട്, തുടർന്ന് ആറാട്ട് കഞ്ഞിയും ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് 1000 വിളക്ക് ദീപക്കാഴ്ച, തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറും. തൃക്കുന്നത്ത് ശിവരാത്രി മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രഞ്ജിത്ത് മുടുവാങ്ങാട്ടിൽ, സെക്രട്ടറി ശ്രീജിത്ത് വെളുത്തേടത്ത്, ട്രഷറർ ശ്രീകുമാർ കരുവള്ളി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. വടനപ്പള്ളി തളിക്കുളം അമൃതബോധിനി ക്ഷേമസഭയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും അവാർഡ് ദാനവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചു. തളിക്കുളം ചിലങ്ക ബീച്ച് AMUP സ്കൂളിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമസഭാ പ്രസിഡന്റ് സാമി പട്ടുരുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അവാർഡ് ദാനം നിർവഹിച്ചു. തളിക്കുളം വാടനപ്പള്ളി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളെയും പ്രവാസ ജീവിതത്തിൽ നിന്നും തിരിച്ചെത്തി നിയമബിരുദം നേടിയ അഡ്വക്കേറ്റ് KM ശിവാനന്ദനെയും ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MR ഗോപിക, സുമിത മണികണ്ഠൻ, മിനി രമേശ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിന സുബ്രഹ്മണ്യൻ, PK സുധർമ്മൻ, വാടനപ്പള്ളി അശ്വതി ഭരണി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുദർശൻ കുട്ടമ്പറമ്പത്ത്, അമൃതബോധിനി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് KA തിലകൻ, PV ചന്ദ്രബാബു, KS അനിലൻ, പീതാംബരൻ കുറുക്കുംബരിയ, രത്നാകരൻ ആലുങ്ങൽ, MG സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2026-27 വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റ് സാമി പട്ടരുപുരയ്ക്കൽ, ജനറൽ സെക്രട്ടറി പീതാംബരൻ കുറുക്കംബരിയ, ട്രഷറർ രത്നാകരൻ ആലുങ്ങൽ എന്നിവരെ തെരഞ്ഞെടുത്തു. അതുപോലെ അർഹരായ കുട്ടികൾ, ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ സുതാര്യമായി പോകുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നടന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പുറത്തൂർ ശ്രീ വിഷ്ണുമായ സ്വാമി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും കളമ്പാട്ട് മഹോത്സവവും ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, അഭിഷേകം, രക്ഷസനും നാഗത്തിനും പത്മമിട്ട് പൂജ എന്നിവ നടന്നു. ശേഷം കളമെഴുത്ത് മഹോത്സവ പരിപാടികളുടെ ഭാഗമായി രാവിലെ മുത്തപ്പന കളമുണ്ടായി. തുടർന്ന് വൈകിട്ട് ഭഗവതിക്ക് കളം, ശേഷം കാരയിൽ തേവർ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേള താലം വരവോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി രാജേഷ് ചാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
നാട്ടിക താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭുവനഭദ്ര ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. പ്രസിഡന്റ് പി വിനു ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ TC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മാറാട്ട് മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ, ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ഈ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇതുപോലെ ഒരു ഹാള് പണിത് നവീകരിച്ച് അതിൻ്റെ ഒരു സമർപ്പണം കൂടി ഇന്ന് നടത്തണം. ഇവിടെ എല്ലാവർക്കും അറിയാം. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, സാധാരണക്കാർക്ക് ചെറിയൊരു സദ്യ കഴിക്കാനായിട്ട് അവരുടെ ആ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാവുന്ന ഒരു ഹാള്, അത് നമ്മളുടെ ചുറ്റുവട്ടത്തൊന്നും ഇപ്പം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിനു വേണ്ടി പണിതു എന്ന് പറഞ്ഞപ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നി. നമ്മളെപ്പോഴും താഴെ തട്ടിലുള്ളവരെ കുറിച്ചാണ് അത്. ഷൈനെ എനിക്ക് ഞാൻ പറയല്ല, ഷൈൻ അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ട്. അത് നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട്, ഷൈൻ മാത്രമല്ല ഷൈൻ പ്രസിഡന്റാണ്, അതോടൊപ്പം നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വെച്ചപ്പോൾ അതിൽ വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു അമ്പലം നന്നായി കഴിഞ്ഞാൽ അതിലുള്ള കുടുംബങ്ങൾക്ക് മാത്രമല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് വരെ അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവും. നമ്മളെപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചും കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു കഴിവ് അത് എല്ലാവരിലേക്കും എത്താനായിട്ട് ഇവിടെ ഒരു ഉത്സവം നടന്നു, അത് നന്നായി നടക്കും തോറും ആ ചുറ്റുവട്ടത്തുള്ളവർക്കും കൂടി അതിൻ്റെ ഗുണം കിട്ടുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് തന്നെ. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, റോഡിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ ഉണ്ണിയേട്ടനോട് അതാ ചോദിച്ചത്, ജയന്തി ലിങ്ക് റോഡാണോ ജയന്തി റോഡാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇട്ടിരുന്നത്. ഇനിയിപ്പോൾ പേരിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമാക്കിയിട്ട് നമുക്ക് മാറ്റാം. അതിന് വേറെ പ്രശ്നം വരില്ല. എനിക്കറിയില്ലായിരുന്നു ആദ്യം നമ്മൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. കൂടി ആലോചിച്ച് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഈ റോഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കട്ട വിരിക്കാനൊക്കെ 22 ലക്ഷം രൂപയാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ഇടവേള. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. നാട്ടിക MLA ശ്രീ CC മുകുന്ദന്റെ ജീവചരിത്രം വിശപ്പും വിവേചനവും നാട്ടിക ശ്രീനാരായണ കോളേജിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ പ്രകാശനം ചെയ്തു. കേരളത്തിൽ ജാതി വിവേചനം പുറത്തു കാണിക്കുന്നില്ല എന്നേയുള്ളൂ, മനസ്സിനുള്ളിൽ ഇന്നും ജാതി ശക്തമായുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പല പ്രതിസന്ധികളാണ്, ആശയപരമായിട്ടുള്ള കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിനപ്പുറത്ത് വളർന്ന പ്രതിസന്ധികൾ, സ്വന്തം സഹോദരങ്ങളുടെ രീതിയിലുള്ള പ്രതിസന്ധികൾ, ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഉള്ള ഒരു മുന്നേറ്റം, ഒരു ഇരിപ്പ്, അതൊക്കെയാണ് മുന്നേറ്റം എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യൻ നമ്മളൊരു സ്കൂളിലായാലും ഒരു സ്ഥലത്തായാലും ഒരു ജാതിയിൽ ചാർന്നവനായാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾക്ക് അങ്ങനെ ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒപ്പത്തിനല്ല, നിങ്ങളുടെ ഒപ്പത്തിനല്ലല്ലോ ഞാനെന്ന് പറയുന്ന ഒരു അകംബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിലനിൽക്കും. നമുക്ക് അവിടേക്ക് കടക്കാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു വലിയ തരത്തിൽ അറിയാതെ ശിരസ്സൊക്കെ കുനിഞ്ഞു പോകുന്ന തരത്തിലേക്ക് നമ്മളാവും. അത്ര പേർ ഈ കാലത്തും അതിൻ്റെ അവഗണനകൾ തുടർച്ചയാണ്. കണ്ണുനനയാതെ പൂർവ്വകാലം ഓർക്കാനാവില്ലെന്നും കാലമുണക്കാത്ത മുറിവുകൾ ഉണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ MLA പറഞ്ഞു. പ്രിൻസിപ്പൽ പ്രൊഫസർ CT അനിത അധ്യക്ഷയായി. ഡോക്ടർ PS ജയ പുസ്തക അവലോകനം നടത്തി. ജീവചരിത്രം രചിച്ച ലാൽ കച്ചില്ലം, PK പ്രസന്നൻ, ഡോക്ടർ ആര്യ വിശ്വനാഥ്, 1ാം വർഷ BA മലയാളം വിദ്യാർത്ഥിനികളായ അനുശ്രീ, അഖില എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കേരളോത്സവം കളരിപ്പയറ്റ ചാമ്പ്യൻഷിപ്പിൽ നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘത്തിലെ വിദ്യാർത്ഥികളായ സജിത്ത്, റഹീം ഷാൻ എന്നിവർ കുറുവടിപ്പയറ്റ്, നടുവടിപ്പയറ്റ് എന്നീ വിഭാഗങ്ങളിൽ 1ാം സ്ഥാനവും ഒറ്റച്ചുവട്, കൂട്ടച്ചുവട് എന്നിവയിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരുവരും ഷമീർ ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് കളരി അഭ്യസിക്കുന്നത്. നാട്ടിക താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ, ക്ഷേത്രം ശാന്തിമാരായ രാധാകൃഷ്ണൻ, അരുൺ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ഉത്സവ തലേ ദിവസം രാത്രി വിവിധ കലാപരിപാടികൾ, ഭുവന ഭദ്ര ടീമിന്റെ കൈകൊട്ടിക്കളി, തുടർന്ന് മായാമോഹനം ടീമിന്റെ ഭജൻസും നടന്നു.
ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ വെച്ച് വിവിധങ്ങളായ വിഷയങ്ങളിൽ സംവദിക്കുന്നതിനും പ്രധാനമന്ത്രി നൽകുന്ന സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നതിനുമായി പോകുന്ന ബി.ജെ.പി. മണലൂർ മണ്ഡലം പ്രസിഡന്റും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ കെ.എസ്. ധനീഷിന് യാത്രയയപ്പ് നൽകി. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, ഒ.ബി.സി. മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗേഷ് പൂരാടൻ, ബി.ജെ.പി. മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാനിന, ഷൈജു ഇയാനി, എസ്.സി. മോർച്ച സംസ്ഥാന സെൽ കൺവീനർ ശ്രീജിത്ത് കെ ബി, ഒ.ബി.സി. മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, ബി.ജെ.പി. വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻ ദാസ്, ജനറൽ സെക്രട്ടറി സതീഷ് കെ വി, യുവമോർച്ച മണലൂർ മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പി.എസ്., മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ലീന കെ ജി, മണ്ഡലം പ്രസിഡന്റ് റീന സുനിൽകുമാർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ, ഷാലി സുധീർ, ശ്രുതി അജിത്ത്, ശ്രീജ സുജിത്ത്, ഷീന സുബ്രഹ്മണ്യൻ, ബി.ജെ.പി. മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രേമൻ നമ്പിയത്ത്, രാജൻ മഠത്തിൽ, കെ.ആർ.എസ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി ഞാറയ്ക്കൽ, മേൽശാന്തി കലേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പകൽപൂരത്തിന് 3 ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് വെടിക്കെട്ടും വർണ്ണമഴയും ഉണ്ടായിരുന്നു. രാത്രി 3 ഗജവീരന്മാരോടും താലം വാദ്യമേളങ്ങളോടെ ആറാട്ടെഴുന്നള്ളിപ്പും തുടർന്ന് ആറാട്ടും നടന്നു. പെരിഞ്ഞനം എസ്.എൻ. സ്മാരകം യു.പി. സ്കൂളിൽ 98ാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെയും നടത്തി. പെരിഞ്ഞനം എസ്.എൻ. സ്മാരകം യു.പി. സ്കൂളിൽ 98ാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെയും നടത്തി. ഇ.ടി. ഡൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രാജു അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് പി.എസ്. റഫീഖ് മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രമേശ് ബാബു ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശിവ മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എൽ. ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗം ബിന്ദു ജയൻ, സ്കൂൾ മാനേജർ പി.എസ്. വത്സൻ, പ്രധാനാധ്യാപിക സി.ടി. സംഗീത, പി.ടി.എ. പ്രസിഡന്റ് സനിത ഷാജി, എം.പി.ടി.എ. പ്രസിഡന്റ് കലാരഞ്ജനി മനോജ്, അധ്യാപകരായ കെ.ഡി. രശ്മി, ടി.വി. വിനോദ്, കെ.എൻ. പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ പക്ഷേ സാമ്പത്തികമായി ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും അത് പറയാറുണ്ട്, എനിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള വിദ്യാഭ്യാസം എൻ്റെ മകനോ മകൾക്കോ ലഭിക്കണമെന്ന് നന്നായി വാശി പിടിക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ തൊഴിലുറപ്പ്, കുടുംബശ്രീ അല്ലെങ്കിൽ സാമ്പത്തികമായി വിഷമം സഹിക്കുന്ന ആളുകളുടെ മക്കൾ ഉൾപ്പെടെ അഭിമാനപൂർവ്വം പറയുന്നു, മക്കൾ പഠിക്കുന്ന കേന്ദ്രം ചിലപ്പോൾ ഒരുപക്ഷെ വളരെ അകലെ. എന്നോട് ഈ അടുത്ത അവസരത്തിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ പഠിക്കാൻ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസറായ ശലഭ ജ്യോതിഷിന് സംസ്ഥാന അവാർഡ്. 2024-25 വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതല അവാർഡിനാണ് ശലഭ ജ്യോതിഷ് അർഹയായത്. 4 വർഷത്തോളമായി NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറായ ശലഭ ജ്യോതിഷ് ഈ പ്രവർത്തന കാലയളവിനുള്ളിൽ
നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും നടത്തി വന്നിരുന്നു. സ്കൂളിലെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് വീടും സ്കൂളിലെ പാചകക്കാരിയായ നിർധനയായ അമ്മയ്ക്ക് ഒരു വീടും ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള NSS യൂണിറ്റ് നിർമ്മിച്ചു നൽകിയിരുന്നു. കൂടാതെ ജപ്തി ഭീഷണി നേരിട്ട 3 വീടുകളുടെ ആധാരം പണമടച്ച് ബാങ്കിൽ നിന്നും തിരിച്ചെടുത്ത് നൽകിയിരുന്നു. സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ രൂപീകരിച്ചിട്ടുമുണ്ട്. നിരവധി രക്തദാന ക്യാമ്പുകളും പാവപ്പെട്ടവർക്ക് വേണ്ടി വിവിധ ചലഞ്ചുകളും കൂടാതെ ഓണം, വിഷു, റംസാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങളും അരിയും പലചരക്ക് സാധനങ്ങളും നൽകി വരുന്നു. സ്വന്തം വരുമാനത്തിൽ നിന്നും യാതൊരു മടിയും കൂടാതെ എടുത്തുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് ശലഭ ടീച്ചർ ഒരു അത്താണിയാവുന്നത്. ശലഭ ജ്യോതിഷ് നയിക്കുന്ന NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളെയും നാട്ടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും PTA-യും ഏറെ സന്തോഷത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ അവാർഡ്. എനിക്ക് ഇത്തരം പ്രവൃത്തികൾക്ക് പിന്തുണയായി നിന്ന SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജാമിനി മാഡം, ഞങ്ങളുടെ മാനേജർ ശ്രീ PK പ്രസന്നൻ സാർ, PTA പ്രസിഡന്റ് ശ്രീ PSP നസീർ സാർ, എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകർ, ഒപ്പം ഷൈജ ടീച്ചർ, എസ്പെഷ്യലി എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന ഷൈജ ടീച്ചർ, ഒപ്പം കൂടുതൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ നിന്ന NSS വോളണ്ടിയേഴ്സ്, അവർക്കായിട്ട് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. ഒപ്പം സുമനസ്സകളായിട്ടുള്ള ഒരുപാട് പേര്, ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും എന്നെ ഒരുപാട് സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ നല്ലവരായ നാട്ടുകാരും എൻ്റെ വീട്ടുകാർക്കുമായി ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുകയാണ്. മണലൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ കപ്പ കൃഷി വിളവെടുപ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാപ്പറമ്പിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുഖില മോഹനൻ അധ്യക്ഷയായി. മണലൂർ സെന്റ് ഇഗ്നീഷ്യസ് പള്ളിയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിലാണ് കപ്പ കൃഷി ഇറക്കിയത്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള മാതൃവേദി അമ്മമാരുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയ കപ്പയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. 100% മേനിയിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മൾ ഒരു ചെറിയ വിളവെടുപ്പോടെ നടത്തിയിരുന്നു. മറ്റ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പോടെ നടത്തിയിരുന്നു. ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥ, കവിതക്കൂട്ടം, ത്രിദിന ശില്പശാല നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക PV ഷൈനി, SMC ചെയർപേഴ്സൺ ഷീബ ശനീശൻ, MPTA പ്രസിഡന്റ് ശ്രീജ അജയകുമാർ, PTA അംഗം ചിത്തിര, SRG കൺവീനർ ഷീജ PA എന്നിവർ സംസാരിച്ചു. കവിയും ഗാനരചയിതാവുമായ E ജിനൻ, എഴുത്തുകാരിയും അധ്യാപികയുമായിരുന്ന KK തുളസി, ഷീജ രമേശ് എന്നിവർ ശില്പശാല നയിച്ചു. തൃപ്പയാർ ബ്യൂട്ടി സിൽക്സിന് പടിഞ്ഞാറ് കല്ലിങ്ങൽ അമ്പലത്തിന് സമീപം താമസിക്കുന്ന മുതിരപ്പറമ്പിൽ അജയഘോഷ് അന്തരിച്ചു. 55 വയസ്സായിരുന്നു. പിതാവ് പരേതനായ ധർമ്മപാലൻ, ഭാര്യ ശാലിനി, മക്കൾ അളകനന്ദ, ആദിത്യൻ, മരുമകൻ വിഷ്ണു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച തൃപ്പയാറിൽ തുടക്കമാകും. കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി തൃപ്പയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോധവൽക്കരണവും സൗഹൃദ സംഗമവും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.